ശ്രീ പ്രേംകുമാർ, നോക്കൂ, ഫേസ്ബുക്ക് അത് മാരകശേഷിയുള്ളതാണ്. ആ സാമൂഹ്യ മാധ്യമത്തിൽ നേരത്തെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കൺസീഡ് ചെയ്തതുപോലെ തന്നെ ഇത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പോസ്റ്റ് അത് എക്സ്പോസ് ചെയ്യാനാണെങ്കിൽ പോലും അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ലായിരുന്നു. അക്കാര്യത്തിൽ സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യാനോ പരാതിപ്പെടാനോ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് നിയമവശം. പക്ഷേ അക്കാര്യത്തിൽ കെ ലതികയ്ക്ക് ജാഗ്രത കുറവുണ്ടായി, അല്ലെങ്കിൽ സൂക്ഷ്മത കുറവുണ്ടായി എന്നാണ് പറയുന്നത്. തെറ്റായ കാര്യമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ തെറ്റായ കാര്യം ചെയ്താൽ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ തെറ്റായ കാര്യത്തിന് ശിക്ഷ ഏറ്റുവാങ്ങണ്ടേ? സ്വാഭാവികമായും മാത്രമല്ല, കെ ലതിക ആ പോസ്റ്റ് പിൻവലിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം അവർ ചെയ്തിരിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ പോസ്റ്റ് ഉണ്ട് ഇല്ല എന്നുള്ളത് അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് പിൻവലിച്ചു എന്ന് നമുക്കറിയില്ല. ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ വടകരയുടെ കേസിൽ ഏത് മണ്ഡലത്തിലായിരുന്നാലും ഇത്രയും എന്താ പറയുക തീവ്രമായ വർഗീയ സ്വഭാവമുള്ള ആക്രമണങ്ങൾ നടന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കമ്മ്യൂണൽ തലത്തിലുള്ള ക്യാമ്പയിൻ നടക്കുക എന്നുള്ളത് തന്നെ അവിടെ അപകടകരമാണ്. കമ്മ്യൂണൽ ക്യാമ്പയിൻ വോട്ടിങ്ങിനെ ബാധിക്കുക എന്നുള്ളത് അപകടകരമായ കാര്യമാണ്. ആ വോട്ടിങ്ങിനെ ബാധിച്ചത് റിസൾട്ടിനെ ബാധിക്കുക എന്നുള്ളത് ഭീകരമായ കാര്യമാണ്. മഹാഭാഗ്യത്തിന് ഒന്നാമത്തെ ലെയർ വരെയേ പോയിട്ടുള്ളൂ വടകരയിൽ. അതായത് തുടക്കത്തിൽ കമ്മ്യൂണൽ സ്വഭാവമുള്ള ക്യാമ്പയിന്റെ ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കെ ടി ഇവിടെ വിശദീകരിച്ചതുപോലെ ചാനലുകളുടെ സ്ക്രീൻഷോട്ടുകൾ വ്യാജമായി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ പേജ് ഫേക്ക് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര പ്രഹരശേഷിയുള്ള ഒരു സംഗതിയായിരുന്നു ഈ കാഫിർ പരാമർശം എന്നുള്ളത്. അപ്പൊ അത് വന്ന സമയത്ത് തന്നെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ സാധാരണഗതിയിൽ ഒരു മുസ്ലിം മതവിശ്വാസി അമുസ്ലിമായ ഒരാളെ പറ്റി പറയാൻ വേണ്ടി കാഫിർ എന്ന് പറയാറില്ല. മുസ്ലിം മതത്തിൽ ജനിച്ച ഒരാൾ അവിശ്വാസിയായിരിക്കുമ്പോഴാണ് കാഫിർ എന്ന് പറയാൻ. എക്സ്പേർട്ട് ഒന്നുമില്ല, കേട്ടിട്ടുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓൺ ചെയ്യാതിരിക്കാൻ ഒരുവിധം ആളുകളൊക്കെ ശ്രമിച്ചിരുന്ന സമയത്താണ് കെ ലതിക പോലുള്ള ഒരാളുടെ ഫേസ്ബുക്ക് വോളിൽ ഇത് വരുന്നത്. മാത്രമല്ല, അവരിതിനോട് പ്രതിഷേധിക്കുകയല്ല ചെയ്തത്, ഇത് നേരെ ഷാഫി ചെയ്തതാണെന്നുള്ള മട്ടിൽ കൂടെ എന്തൊരു വർഗീയതാണോ എന്ന് പറഞ്ഞിട്ട് ഇതിന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത് ഇത്ര നാളും അവിടെ നിൽക്കുകയും ചെയ്തു. അത് വളരെ ഗുരുതരമായ കുറ്റം തന്നെയാണ്. സ്വാഭാവികമായും എന്താ പറയാ, ജസ്റ്റിസ് അല്ലെങ്കിൽ ലോ ഷുഡ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അത് ഈ കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സത്യത്തിൽ അത് ഇത്ര വരെ വൈകി എന്നുള്ളത് പോലും മോശമായ കാര്യമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിൽ പോലീസ് പറയുന്നത് ഇത് കാസിം അല്ല എന്നാണ്. ഇന്നയാൾ അല്ല എന്ന് പറയലല്ലോ പോലീസിന്റെ പണി, ആരാണ് എന്ന് പറയാന്നുള്ളതാണ്. നിയമപരമായും രാഷ്ട്രീയപരമായും UDF സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് ഈ കാസിം എന്ന് പറയുന്ന ആള് കോടതിയിൽ പോവുകയാണ്. ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശിക്കുകയാണ് കാസിന്റെ പങ്കാളിത്തം വ്യക്തമാക്കാൻ. കാസിമിന് പ്രഥമ ദൃഷ്ടിയ ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് പോലീസ് പറയുകയാണ്. ആ നിലയിൽ ഇപ്പോൾ എൻ്റെ മേൽ ഒരു മതധ്രുവീകരണ ആരോപണം ഉന്നയിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അവകാശം ഉണ്ടല്ലോ, ഞാനല്ല ചെയ്തത് അത് എന്ന് കാണിക്കാൻ. ഇവിടെ കെ ലതിക അത് ചെയ്തു എന്നുള്ളത് വ്യക്തമായിരിക്കല്ലേ? കാരണം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യാജ സ്ക്രീൻഷോട്ട് വരികയാണ് ചെയ്യുന്നത്. അല്ല, അതിൽ ഇനി എന്താ വെച്ചാൽ രണ്ട് സാധ്യതകളാണ് അന്വേഷിച്ച് കണ്ടെത്താനുള്ളത്. ഒന്ന്, ഇത് വ്യാജ സ്ക്രീൻഷോട്ട് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചരിപ്പിച്ചതാവുക, ഷെയർ ചെയ്തതാവുക കെ ലതിക ടീച്ചർ ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ആണെന്ന് കരുതിയിട്ട് ഷെയർ ചെയ്തതാവുക. നിയമത്തിന്റെ കണ്ണിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമായി ധാർമ്മികമായിട്ട് അത് ആലോചിക്കുമ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ പോലും ഈ സമയത്ത് പോലും ലതിക ടീച്ചർ ചെയ്ത് ഇതിനേക്കാൾ നന്നായി ഇത് ചെയ്യാമായിരുന്നു ഇപ്പൊ പോലും. കാരണം ഇതിനൊരു വിശദീകരണ കുറിപ്പ് കൊടുത്തുകൊണ്ട് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന് അവർക്ക് സംസാരിക്കാമായിരുന്നു. അതല്ല ചെയ്ത് അവരെ ഡിസ്കഷൻ ക്ലോസ് ചെയ്ത് വെക്കുക ചെയ്ത്, ഫേസ്ബുക്ക് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, പോലീസ് ഏത് കോടതിയിലായിരുന്നാലും ഇന്നയാൾ അല്ല ചെയ്തത് എന്ന് പറയാനല്ലല്ലോ പോലീസ്, ആരാണ് ചെയ്തത് എന്ന് പറയാനാണ് പോലീസ്. ഇത്ര സമയമൊന്നും വേണ്ടതില്ല. ഒരു എക്സ്പെർട്ടായ ടെക്കിക്കോ അല്ലെങ്കിൽ കേരള പോലീസിന്റെ സൈബർ വിങ്ങിനോ ഇത് ഏത് ഫോണിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, ഏത് എന്താ പറയാ നമ്പറുള്ള ഫോണിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, ആരിതാദ്യം ക്രിയേറ്റ് ചെയ്തു, എങ്ങോട്ട് പോയി എന്നൊക്കെ ട്രേസ് ചെയ്യാൻ മണിക്കൂറുകളെ വേണ്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും വൈകിച്ചു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. ഇതിപ്പോ അമ്പാടി മുക്കിലേക്കോ അല്ലെങ്കിൽ പോരാളി ഷാജിയിലേക്കോ ഒക്കെ എത്തുമ്പോ അതിനകത്ത് CPM തന്നെയാണ് ഈ വ്യാജ പോസ്റ്റിന്റെ നിർമ്മാതാക്കൾ, അല്ലെങ്കിൽ ഇടത് സൈബർ പോരാളികൾ തന്നെയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത് ശ്രീ പ്രേംകുമാർ?
ഉണ്ടാക്കിയത് അമ്പാടി മുക്കിൽ നിന്നായിരുന്നാലും വേറെ ഏത് മുക്കിൽ നിന്നായിരുന്നാലും ഇനിയിപ്പോ അഥവാ എന്താ പറയുക ഏത് വിശ്വാസിയായിരുന്നാലും ഏത് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നാലും ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ഷെയർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇതിൽ വളരെ പ്രധാനമായിട്ട് കാണുന്നത്. UDF-നോ LDF-നോ മെച്ചമോ കോട്ടമോ ഉണ്ടായോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് രണ്ട് ജനവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന വലിയ സംഭവം. നമുക്കറിയാം മീഡിയ എത്തിക്സിന്റെ ഭാഗമായിട്ട് വർഗീയ സ്വഭാവമുള്ള ഒരു കലാപം നടന്നാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഒരു സമുദായത്തിൽപ്പെട്ടവരെന്ന് മാത്രമേ പറയുള്ളൂ. ആളുകളുടെ പേരുകൾ റിവീൽ ചെയ്യില്ല. ഒരു മീഡിയ എത്തിക്സിന്റെ ഭാഗമാണ് ഇപ്പോഴും നമ്മൾ കേരളത്തില് പാലിച്ചു പോകുന്ന ഒരു മീഡിയ എത്തിക്സിന്റെ ഭാഗമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന മോഡിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രി സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന ഇന്ത്യയിൽ പോലും നമ്മൾ പാലിച്ചു വരുന്ന ഒരു മിതത്വവും ഒരു ജനാധിപത്യ മര്യാദയുമാണത്. അതൊക്കെ ഇക്കാര്യത്തിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ ഒരു വിധത്തിലുള്ള സോഫ്റ്റ്നെസ്സും ഇല്ലാതെ ഇതിനെ വളരെ ഹാർഷായിട്ട് തന്നെ നേരിടേണ്ടതുണ്ട്, നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.